ഇപ്പോൾ മാലയിടാൻ പോവാണ് കേട്ടോ. സ്വാമി ശരണമായപ്പോൾ അപ്പോൾ ഇന്നലെ ഇവിടെ വന്നതിൻ്റെ അഭ്യാസ വീഡിയോ കണ്ടു കാണുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ കാണുന്നൊരു ജംഗ്ഷനാണ്. അപ്പോൾ അവിടുത്തെ ആ വൃശ്ചികൊന്നായിട്ട് അവിടുത്തെ ഒരു രീതിയും കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ ചെയ്തതാണ്. ഓരോ ഭാഗങ്ങളായിട്ട് അവിടുത്തെ നാട്ടുകാർ ഓരോ ചെയ്തിട്ടുണ്ട്. ചേച്ചി ഒരു മാല അറിഞ്ഞേ. അങ്ങനെ മാല മേടിച്ച് പൂജിക്കാനായിട്ട് പോകണം. അപ്പോൾ അതിന് മാലയും ലോക്കറ്റും ഒക്കെ വാങ്ങിച്ച് ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ്. അപ്പോൾ ഗണപതി കിടക്കാനുള്ള തേങ്ങയൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ആ പോലീസുകാരായിട്ട് സംസാരിച്ചിരിക്കുന്ന പ്രിയ സുഹൃത്തും മണികണ്ഠനാണ്. വർഷങ്ങളായിട്ടുള്ള സുഹൃത്ത് ബന്ധമാണ്. അപ്പോൾ ഈ പ്രാവശ്യം പുള്ളിക്കാരനാണ് ഇവിടുത്തെ തിരുവാഭരണം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വൃത്തത്തിലും കാര്യത്തിലാണ് പുള്ളിക്കാരൻ. അപ്പം ഇവിടെ വരപ്പോൾ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും പുള്ളിയും പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെയാണ് ഒരുക്കി തരുന്നത്. അത്രത്തോളം നല്ലൊരു ബന്ധുവും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു സുഹൃത്താണ്. ഞാനിവിടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് ഞാൻ അച്ചൻകോവിലെ ക്ഷേത്രത്തിൻ്റെയാണ്. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ഐഡിയ ഒന്നും ഇല്ലാത്തൊരു വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്നോട് സഹകരിച്ച ആ ഒരു രീതിയും കാര്യങ്ങളും പിന്നെ ആ ബന്ധങ്ങൾ വർഷങ്ങളായിട്ട് ഇപ്പം കൂടെയുണ്ട്. അതിപ്പോൾ അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കളും എല്ലാവരും നല്ല സഹകരണമാണ്. ശബരിമലയുടെ അത്രത്തോളം പ്രാധാന്യം കൊള്ളിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അച്ചൻകോവിൽ. അപ്പോൾ അതാ ഈ മുള നീനക്ക് വെച്ചിരിക്കുന്നത് അവിടുത്തെ കൊടിയേറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കൊടിയേറുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഈ അച്ചൻകോവിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്, കേരളത്തിൽ. അപ്പം തമിഴ്നാടിൻ്റെ ബോർഡർ ഭാഗമാണ്. തെങ്കാശിയിൽ നിന്ന് വരുന്നവർക്കും മേക്കരയിൽ നിന്നൊക്കെ വരുന്നവർക്കും അതിലേക്കൂടെ ആ തമിഴ്നാട്ടുകാർ നിറയെ പേര് വരുന്നുണ്ട്. അച്ചൻകോവിൽ ധർമ്മശാസ്താവിനെ ഏറ്റവും കൂടുതലായി കാണാനായി വരുന്നത് തമിഴ്നാട് ഭാഗത്തു നിന്നാണ്. മലയാളികൾ എന്ന് ചുരുക്കമായി പറയാനുള്ളൂ. കാരണം അവിടുത്തെ നാട്ടും പ്രദേശത്തുകാരെയുള്ളൂ. പിന്നെ അല്ലാതെ അറിഞ്ഞു വരുന്ന കൂടുതൽ ആൾക്കാരുള്ളൂ. പിന്നെ നമ്മുടെ പോലെ ഈ റൈഡേഴ്സ് ടീമുകൾക്ക് മിക്കവാറും ഇതിലേക്ക് കറങ്ങി നടക്കാറുമുണ്ട്. പിന്നെ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസുകളായിട്ടുള്ള കുമ്പവരുട്ടി, മണലാറ് എന്നൊക്കെ പറയുന്ന പോയിന്റുകളൊക്കെ ഉണ്ട്. മുമ്പ് ഇവിടെ ടൂറിസമായിട്ടുള്ള രീതിയിൽ ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതൊന്നും അധികം പബ്ലിസിറ്റി അല്ലാത്തതുകൊണ്ട് അത് നിലനിൽക്കാതെ എല്ലാം പോയി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പുതിയതായി ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇവിടുത്തെ കൊടിയേറുന്ന കാഴ്ചകളും ഇതിൻ്റെ ഏറെക്കുറെ ഐതിഹ്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ അച്ചൻകോവിലിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താവിനെ കുറിച്ചാണ്. അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താവെന്ന് അവിടെ സ്ഥാനത്തിരിക്കുന്നത് വിവാഹ സങ്കല്പത്തിലുള്ള ശാസ്താവിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശാസ്താവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിമാരുമായ പൂർണ്ണയുടെയും പുഷ്കലയുടെയും ക്ഷേത്ര കമാനം മധ്യഭാഗത്താണ്. അച്ചൻകോവിൽ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തെ വിളിക്കുന്നത് അച്ചൻകോവിൽ ആണ്ടവൻ അല്ലെങ്കിൽ അച്ചൻകോവിൽ അരസൻ എന്നാണ് അറിയപ്പെടുന്നത്. ശാസ്താവിനെ ഒരു ഗൃഹസ്ഥനായാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാരായ പൂർണ്ണ, പുഷ്കല എന്നിവരെ ഇരുവശത്തും ചിത്രീകരിച്ചിരിക്കുന്നു. കൂടാതെയുള്ള ദേവതമാരെന്ന് പറയുന്നത് ഭഗവതി, മാളികപ്പുറത്തമ്മ, ദുർഗ, നാഗരാജ, നാഗയക്ഷി, ഗണേശൻ, കാർത്തികേയ, കറുപ്പുസ്വാമി, കറുപ്പായിയമ്മ, ചേപ്പനിമുണ്ടൻ, ചപ്പാണിമാടൻ, മാടൻ ദേവൻ, കാളമാടൻ, കൊച്ചാട്ടി നാരായണൻ, സിംഗാലിഭൂതത്താൻ, അറുകോല എന്നിവരാണ് കീഴാളർ. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് നാഗത്താനെ ആരാധിക്കുന്ന സർപ്പക്കാവുണ്ട്. ഇവിടുത്തെ വേറൊരു ഐതിഹ്യം എന്ന് പറയുന്നത് പാമ്പ് കടിയേറ്റ ചികിത്സ ചെയ്യപ്പെടാറുണ്ട്. വിഷപ്പാമ്പുകളുടെ ദണ്ഡനത്തിന് പേരുകേട്ടതാണ് അച്ചൻകോവിൽ ക്ഷേത്രം. കൂടാതെ ദേവനെ മഹാവൈദ്യൻ, മഹാനായ വൈദ്യൻ ആയി കണക്കാക്കപ്പെടുന്നു. ശാസ്താവിഗ്രഹത്തിൻ്റെ വലത് കൈപ്പത്തിയിൽ ചന്ദനക്കുടം, തീർത്ഥം, പവിത്രജലം എന്നിവയുണ്ട്. ഇവയ്ക്ക് ഔഷധ ഗുണമുണ്ടെന്ന് ഭക്തർ പറയുന്നു. അത്താഴ പൂജയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ രാത്രിയിൽ തുറക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പാമ്പുകടിയേറ്റവർക്ക് എപ്പോൾ വേണമെങ്കിലും ക്ഷേത്രമണി മുടക്കി സഹായം അഭ്യർത്ഥിക്കാം. ക്ഷേത്ര പുരോഹിതന്മാർ അവരെ സഹായിക്കും. പാമ്പ് കടിയേറ്റ വ്യക്തി പ്രസാദവുമായി മരുന്നായി ചന്ദനക്കുടം നൽകും. വിഷത്തിൻ്റെ തീവ്രത അനുസരിച്ച് 3-5 ദിവസം ക്ഷേത്രത്തിൽ തന്നെ താമസിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാണുന്ന ഭാഗത്തു നിന്ന് കിഴക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഏരിയ കാണാം. മലനിരകൾ മഞ്ഞാൽ മൂടിക്കിടക്കുന്ന നല്ല ഉഗ്രം കാഴ്ച.
അതായത് പുലർച്ചെയാണ് ഈ കാണേണ്ട കാഴ്ച നമുക്ക്. കാരണം അത്രത്തോളം ഭംഗിയാണ് അതിൻ്റെ കുളിർ കാറ്റും ആ ഒരു ഇത്. അപ്പം മണ്ഡലകാലത്തെ വരവേൽക്കുന്ന ആ ഒരു രീതി നമുക്ക് കാണാം. അതായത് ഇതേപോലെ ഈ രണ്ട് മുളകൾ ഇങ്ങനെ ഉയർത്തി അതിനകത്ത് ഇങ്ങനെ ആ ഹാരം പോലെ കെട്ടി ഇങ്ങനെ ഉയർത്തി കിട്ടുന്നുണ്ട്. അതിനെയാണ് മണ്ഡലകാലം വരവേൽക്കുന്ന രീതി വെക്കുന്നത്. അതേപോലെ തന്നെ കറുപ്പയ്യ സ്വാമിയിലും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ചടങ്ങും കാഴ്ചകളും കണ്ടിട്ട് ഇനി നമുക്ക് നേരെ കറുപ്പയ്യ സ്വാമിയുടെ ക്ഷേത്രത്തിലോട്ട് പോകാം. അപ്പോൾ അവിടുത്തെ ഒരു ആചാര രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അച്ചൻകോവിൽ നിങ്ങൾ മാക്സിമം വരാൻ ശ്രമിക്കുക. അത്ര മനോഹരമായ റൂട്ടിലൂടെയാണ് വരുന്നത്. അതിനിപ്പോൾ നിങ്ങൾ കേരളത്തിൽ കൂടെ വന്നാലും തമിഴ്നാട് കൂടെ കറങ്ങി വന്നാലും രണ്ട് റൂട്ടും അതിമനോഹരമായ റൂട്ടാണ്. വരുമ്പോൾ കാഴ്ചകൾ നമ്മളെ കണ്ണിന് നൽകുന്നത്. അപ്പോൾ വരുന്ന കാശും മുതലാവും. നല്ല ഭക്തിമാർഗമായിട്ടുള്ള രീതിയിൽ ഒരു ക്ഷേത്ര ദർശനം നടത്താം. കൂടാതെ ഇവിടെ നിരവധി വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇറങ്ങി കുളിച്ച് അതും ആസ്വദിക്കുകയും ചെയ്യാം. ഫാമിലിയായിട്ട് വരാൻ പറ്റിയ സേഫായിട്ടുള്ള സ്ഥലമാണ്. വലിയ രീതിയിൽ വന്യ മൃഗങ്ങൾ ഉപദ്രവിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള പ്രദേശങ്ങളല്ല. കാരണം എപ്പോഴും വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവിട്ട് പാസ് ചെയ്യുന്നൊരു പ്രദേശമാണ്. എന്നാലും നമ്മൾ നമ്മളുടേതായ രീതികൾ കാടിനകത്ത് കയറുമ്പോൾ അതിൻ്റേതായ നിബന്ധനകളുണ്ട്. അതൊക്കെ പാലിക്കുകയാണെങ്കിൽ കൂടുതൽ സേഫ് ആയിരിക്കും. അപ്പോൾ കറുപ്പയ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഇതിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അയ്യപ്പന്മാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വിരിവയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ നിറയുണ്ട്. മണ്ഡലകാലം ആയിക്കഴിഞ്ഞാൽ ശബരിമലയുടെ അതേപോലെ തന്നെ ഒരു പ്രാധാന്യമുണ്ട് ഇവിടെ. കാരണം അത്രത്തോളം നിരവധി ഭക്തർ വന്ന് തമ്പടിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കറുപ്പയ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാഗം. അപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ നേരത്തെ മുള വെച്ചിട്ടുള്ള ആ വരവേൽപ്പ് മണ്ഡലകാലത്തിൻ്റെ പാതൊക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ആ ചടങ്ങും കാര്യങ്ങളൊക്കെ കറുപ്പയ്യ സ്വാമിയെ കുറിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ആ കാണുന്നത് അച്ചൻകോവിൽ അയ്യപ്പ ക്ഷേത്രമാണ്. അപ്പോൾ അതിന് എതിർവശമായിട്ടാണ് കറുപ്പ് സ്വാമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കറുപ്പ് സ്വാമി അല്ലെങ്കിൽ കറുപ്പ് പാരായൻ കറുപ്പണ്ണ സ്വാമി ഒരു കാവൽ ദേവനാണ്. പ്രത്യേകിച്ച് ദ്രാവിഡ മതത്തിന്റെ ഗ്രാമീണ നാട്ടിൻപുറങ്ങളിലെയും ദ്രാവിഡ പാരമ്പര്യത്തിലെ തമിഴ് നാടോടി പാരമ്പര്യത്തിലെയും ഒരു കാവൽ ദൈവമാണ്. കൂടാതെ ശ്രീലങ്കയുടെ ചില ഭാഗങ്ങളുമായി കഠിനമായ സംരക്ഷകൻ, നീതിയെ ഉയർത്തിപ്പിടിക്കുന്നവൻ, ധർമ്മം, നീതി ദൈവികമായി നടപ്പിലാക്കുന്നവൻ എന്നീ നിലകളിൽ അദ്ദേഹത്തെ ബഹുമാനിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യക്കാർക്കിടയിൽ കറുപ്പുസ്വാമിയെ ഗ്രാമദേവതയായും ഗ്രാമദേവത പൂർവിക ദേവതയായും കുലദേവത ആചാരങ്ങളിലും പ്രതിനിധീകരിക്കുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ കേരളത്തിലെ അതിർത്തി പ്രദേശങ്ങളിലെയും അനുയായികൾ വിശ്വസിക്കുന്നത് ഒരു കാലത്ത് തൻ്റെ സമുദായത്തിൻ്റെ സംരക്ഷണത്തിനായി പോരാടിയ ഒരു ചരിത്ര പുരുഷനായിരുന്നു കറുപ്പുസ്വാമി എന്ന് കാലക്രമേണ ദൈവത്വത്തിലേക്ക് നയിക്കപ്പെട്ടു എന്നാണ്. ക്ഷേത്രത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു തമിഴ്നാട് ആ ഒരു അവരുടേതായ ഒരു ആചാര രീതിയുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്നതൊക്കെ വലിയ വാളും അങ്ങനെയൊക്കെ നേർച്ചയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ രീതിയിലാണ് നേർച്ചയും കാര്യങ്ങളൊക്കെ. അങ്ങനെ കറുപ്പയ്യ സ്വാമിയെയും അനുയായികളെയൊക്കെ ദർശനം കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ കാപ്പുടിക്കാനാണ്. അപ്പോൾ നമ്മൾ നൈറ്റ് തങ്ങിയ റൂമാണ് കേട്ടോ. 1500 രൂപ ഓളം 3 പേർ കൂടെ തങ്ങിയതിന്. കുഴപ്പമില്ല, നഷ്ടമില്ലായിരുന്നു, നല്ല റൂമായിരുന്നു. അപ്പോൾ നാടൻ ശൈലിയിലുള്ള രീതിയിലുള്ള കടകളും കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അപ്പം നമുക്ക് ദോശ, ചമ്മന്തി, അപ്പം, സാമ്പാർ, അതേപോലെ തന്നെ പൊറോട്ട, കടലക്കറി ഇങ്ങനെയൊക്കെ കഴിക്കാം. മൊത്തത്തിൽ ഭക്തിസാന്ദ്രവും മായും എല്ലാം കൊണ്ടും നല്ല നീറ്റും വൃത്തിയും നല്ല രീതിക്ക് തന്നെയാണ് ആഹാരങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് മേക്കര വഴിയാണ്. മേക്കർ റൂട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് നേരെ കേരളത്തിലേക്കാണ്. അപ്പോൾ നമുക്കിനി തിരുമലക്കോവിൽ പോകാനായിട്ടുള്ള പ്ലാനുണ്ട്. പക്ഷെ സത്യത്തിൽ തിരുമലക്കോവിലോട്ട് പോകുന്നില്ല. അപ്പോൾ അത് പോകാതിരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെയുള്ള ഒരാൾ ജപ്പാൻകാരി എങ്ങാണ്ട് രാത്രി കിടന്ന് ഫോൺ വിളിച്ച് അവൾ പറഞ്ഞ് അവിടെ എവിടെയൊക്കെ കുത്തിയിട്ട്
കൈ കിടന്ന് അക്കൗണ്ടിൽ കിടന്ന് 40,000 രൂപ മൊത്തത്തിൽ മൂഞ്ചി തെറ്റി. അങ്ങനെ ട്രിപ്പിൻ്റെ ആ ഒരു ഭാഗം ലോലമായി. പുള്ളിക്കാരൻ നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല. അതിലും കുഴിയിലൊക്കെ ചെയ്ത് ചാടി പോയതല്ലേ, പോയത് പോട്ടെ വെച്ച് പേരൊന്നും പറയുന്നില്ല ആളാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് പറഞ്ഞാൽ ഈ പറയുന്ന മേക്കര ഭാഗത്ത്. അച്ചൻകോവിലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മഴ ടൈം വരണം. എല്ലായിടത്തും ഓരോ ചപ്പാത്തിൽ ഇങ്ങനെ നിറഞ്ഞ് വെള്ളം ഒഴുകും. അതേപോലെ തന്നെ ഈർപ്പം പറ്റിയിരിക്കുന്നിടത്ത് ചിത്രശലഭങ്ങൾ ലക്ഷക്കണക്കിനായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു പോയി വീഡിയോ കിടക്കുന്ന നല്ല രസമായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് കുംഭാവുരുട്ടി വാട്ടർഫാൾസിൻ്റെ ഏരിയ. അന്ന് പോയ ടൈമിൽ ഓപ്പൺ അല്ലായിരുന്നു തോന്നുന്നു, അവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മേക്കരയിലോട്ടാണ് കയറുന്നത്. അപ്പോൾ അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഇവിടെ ഒരു അച്ചൻകോവിൽ ഫോറസ്റ്റിനകത്ത് ഒരു ട്രക്കിംഗ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എത്ര രൂപ ചിലവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്ന മണലാറാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും, അതായത് ഒരു ഉച്ചയ്ക്കോടുകൂടി പുനലൂർ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ട്രാവലർ 20 പേർക്കാണ് ക്യാമ്പ് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ മേക്കരയിൽ വന്ന് റൂം എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് നൈറ്റ് ക്യാമ്പ് ഫയറും ഫുഡും കാര്യങ്ങളും തന്നിട്ട് മോർണിംഗ് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നു രാവിലെ. എന്നിട്ട് തിരിച്ചൊരു 2 മണിയോട് ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചെത്തുന്നു, ഫുഡ് കഴിക്കുന്നു, തിരിച്ച് അവരവരുടെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കേജ് ഡീറ്റെയിൽ വരുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പം ഈ കേരള തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് താണ്ടി, അപ്പോൾ ഈ ട്രക്കിങ്ങിനകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ ആനയുള്ള പ്രദേശമാണ് ഈ ഒരു ഈറ നിൽക്കുന്ന ഏരിയ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈറ കൂടുതലായിട്ടുള്ള നിൽക്കുന്ന സ്ഥലം വരുമ്പോൾ വളരെ സൂക്ഷിച്ചു പോവുക. അപ്പോൾ നമ്മൾ അച്ചൻകോവിൽ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു പെർ ഹെഡിന് ഇത്ര മൊത്തത്തിൽ ചിലവിൽ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലായിരിക്കും നമ്മൾ പാക്കേജ് അറേഞ്ച് ചെയ്ത് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് നട്ടപ്പാതിരാക്കി വരുന്നതൊക്കെ കുറച്ച്. അപ്പോൾ ആ സമയത്ത് വീഡിയോ ഫുള്ള് എടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് 2 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി ആ ഒരു പെട്ടിക്കടയുടെ ഭാഗമുണ്ട്, അതിലെ വണ്ടി കാറൊക്കെ കിടക്കുന്നത്, ആ ഭാഗത്ത് വന്ന് 2 മണിക്ക് നല്ല കാറ്റായിരുന്നു. നല്ല അത്യാവശ്യം നല്ല ഭയങ്കര വൈബ് തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്വാമി ശരണ. ഇപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.